കേരളത്തിലെ SIR നടപടികൾ സുപ്രീം കോടതി അടിയന്തരമായി പരിഗണിക്കുമെന്ന് വ്യക്തമാക്കി. അതേസമയം വിഷയം സംബന്ധിച്ച് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. SIR നടപടികൾക്കെതിരെയുള്ള ഹർജികൾ നവംബർ 26-ന് വിശദമായി പരിഗണിക്കാൻ കോടതി മാറ്റി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്നുള്ള ഹർജികൾ പ്രത്യേകം പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ കഴിയുന്നതുവരെയെങ്കിലും SIR നടപടിക്രമങ്ങൾ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനം കോടതിയെ സമീപിച്ചു. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണെന്ന് ഞങ്ങൾ പറയുന്നു. കേരളത്തിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ പറഞ്ഞു. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ് മല്യ ബാഗ്ചി, SNVT ഭട്ടി എന്നിവരടങ്ങിയ ബെഞ്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം തേടി. കേസ് നവംബർ 26-ന് പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ യൂണിയൻ ഓഫ് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുടെ ഹർജികളും കോടതി നോട്ടീസ് അയച്ചു. ഈ ഹർജികൾ SIRനെ തന്നെ വെല്ലുവിളിക്കുകയും പ്രക്രിയ മാറ്റിവെക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടില്ല. ഇഷ്യൂ നോട്ടീസ് നൽകുക. ഈ ഹർജികളെല്ലാം നവംബർ 26-ന് പരിഗണിക്കും, കോടതി നിർദ്ദേശിച്ചു. ബീഹാർ, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നിവയുൾപ്പെടെ മറ്റു സംസ്ഥാനങ്ങളിൽ SIRുമായി ബന്ധപ്പെട്ട സമാനമായ ഹർജികൾ ഇതിനോടകം തന്നെ സുപ്രീം കോടതിയിൽ എത്തിയതിനാൽ സംസ്ഥാനം നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഇടപെടാൻ വിസമ്മതിച്ച ഹൈക്കോടതി പകരം സുപ്രീം കോടതിയെ സമീപിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു.